കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തോട്ടത്തിലെ ചെടികളെയും പൂച്ചെടികളെയും ഏറ്റവും അധികം നശിപ്പിക്കുന്ന ഒരു കീടമാണ് വെള്ളീച്ചകൾ. ചെടികളുടെ ഇലകളുടെ അടിയിൽ പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിച്ച് ചെടികളെ മുഴുവനായി നശിപ്പിക്കുന്ന ഇത്തരം കീടങ്ങളെ ചെടിയിൽ നിന്നും ഇല്ലാതാക്കാൻ പല കെമിക്കലുകളും നമ്മൾ വാങ്ങി ചെടികൾ പ്രയോഗിക്കാറുണ്ട്. അതിലൊന്നും കാര്യമായൊരു മാറ്റവും കാണാറില്ല. എന്നാൽ നമ്മുടെ അടുക്കളയിൽ നിന്നും വളരെ കുറഞ്ഞ ചിലവിൽ കിട്ടുന്ന ചില സാധനങ്ങൾ വെച്ച് വെള്ളീച്ചകളെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന ഒരു കിടിലൻ ജൈവ കീടനാശിനി എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായും കണ്ടാൽ മാത്രമേ ഇതിൽ ചേർക്കേണ്ടുന്ന അളവും മറ്റും വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായും വേണ്ടത് വേപ്പെണ്ണയാണ്. നമുക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു 100 ml ബോട്ടിലെങ്കിലും വേപ്പെണ്ണ എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം പച്ചക്കറി ചെടികളെ ബാധിക്കുന്ന മിക്കവാറും എല്ലാ കീടത്തിനും വേപ്പെണ്ണ ഫലപ്രദമാണ്. വേപ്പെണ്ണ കീടങ്ങളെയും അവയുടെ മുട്ടകളെ പോലും നശിപ്പിച്ച് കളയാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഇതിലേക്ക് രണ്ടാമതായി വേണ്ടത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ ചേർക്കുന്നത് കൊണ്ട് നാം കീടനാശിനി ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ കീടങ്ങൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കാനും അതോടൊപ്പം വേപ്പെണ്ണയുടെ പവർ കൂട്ടാനും ആവണക്കെണ്ണ ചേർക്കുന്നതുകൊണ്ട് കഴിയും. ഇനി നമുക്ക് മൂന്നാമതായി വേണ്ടത് ഒരച്ച് ശർക്കരയാണ്. ശർക്കര ചേർക്കുന്നത് കൊണ്ട് ആവണക്കെണ്ണ കൊണ്ടുള്ള ഗുണം പോലെ തന്നെ നാം അടിക്കുന്ന കീടനാശിനി ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കും. ഇനി അവസാനമായി വേണ്ടത് സോപ്പ് ലായനിയാണ്. അത് ഡിഷ് വാഷോ ഹാൻഡ് വാഷോ അങ്ങനെ ഏതെങ്കിലും ഒന്നാണ് വേണ്ടത്. വേപ്പെണ്ണ വെള്ളവുമായി ലയിക്കാനുള്ള ഒരു മീഡിയമായിട്ടാണ് സോപ്പ് ലായനി നമ്മൾ ചേർക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് അലിഞ്ഞ് കിട്ടാനായിട്ട് മാറ്റി വെക്കണം. ചെറിയ ചൂടുള്ള വെള്ളത്തിലാണെങ്കിൽ കൂടുതൽ നല്ലത്. അത് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ മറ്റ് ചേരുവകൾ തയ്യാറാകുമ്പോഴേക്കും വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് കിട്ടും. ഇനി ഒരു ചെറിയ പാത്രത്തിലേക്ക് 10 മില്ലി വേപ്പെണ്ണ അളന്നെടുത്ത് ഒഴിക്കണം. കറക്റ്റ് 10 മില്ലി തന്നെ എടുക്കണം. അതിലേക്ക് 5 മില്ലി ആവണക്കെണ്ണയും ചേർക്കുക. ആവണക്കെണ്ണയുടെ അളവ് ഒരിക്കലും കൂടിപ്പോകരുത്. കാരണം അളവ് കൂടിയാൽ ചെടിയുടെ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയേറെയാണ്. അപ്പോൾ 10 മില്ലി വേപ്പെണ്ണയും 5 മില്ലി ആവണക്കെണ്ണയും എടുക്കണം. ഇനി ഈ പാത്രത്തിലേക്ക് 5 മില്ലി സോപ്പ് ലായനി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 5 മില്ലി ഹാൻഡ് വാഷാണ്. ഇനി ഈ 3 ചേരുവകളും കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കുക. വേപ്പെണ്ണയുടെ നിറം മാറി ഒരു പാൽ നിറമാകുന്നത് വരെ ഇത് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ആയാൽ മാത്രമേ ഇത് വെള്ളത്തിലേക്ക് ലയിച്ച് ചേരുകയുള്ളൂ. ഇത് മിക്സ് ആവാതെ നേരിട്ട് വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ വേപ്പെണ്ണ മുകളിൽ വെള്ളത്തിൽ കലരാതെ പൊന്തി കിടക്കുകയുള്ളൂ. നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം എടുത്ത് നാം തയ്യാറാക്കി വെച്ച വേപ്പെണ്ണ, ആവണക്കെണ്ണ, സോപ്പ് മിശ്രിതവും അതോടൊപ്പം അലിഞ്ഞു തീർന്ന ശർക്കര വെള്ളവും കൂടി വെള്ളത്തിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ വെള്ളീച്ചക്കെതിരെയുള്ള ജൈവ കീടനാശിനി തയ്യാറായി കഴിഞ്ഞു. ഇളകിച്ചേരാത്ത ശർക്കരയുടെ തരികൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരു സ്പ്രെയറിലേക്ക് ഒഴിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്യാം. നമ്മൾ സ്പ്രെയർ ഉപയോഗിക്കാതെ കൈകൊണ്ടാണ് തളിച്ച് കൊടുക്കുന്നതെങ്കിൽ അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ അടിവശത്ത് ആവുന്ന പോലെ സ്പ്രേ ചെയ്യണം. കാരണം ഇലകളുടെ മുകൾ വശത്ത് വെള്ളീച്ചകളെ കാണാറേ ഇല്ല. വെള്ളീച്ചകൾ ഇലയുടെ അടിവശത്തായിട്ട് ഈ കാണുന്ന പോലെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും. അതുകൊണ്ട് ഇലകൾ മലർത്തി പിടിച്ച് ഇലകളുടെ അടിവശത്ത് നന്നായി നനയുന്ന പോലെ വേണം തളിച്ചു കൊടുക്കാൻ. ഇത് തളിക്കുമ്പോൾ പ്രധാനമായും നാം ശ്രദ്ധിക്കാനുള്ളത് കടുത്ത വെയിലുള്ള സമയത്ത് ഒരിക്കലും ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. വൈകിട്ട് സൂര്യപ്രകാശം കുറഞ്ഞതിന് ശേഷം 5 മണിക്ക് ശേഷം അടിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വെയിലുള്ളപ്പോൾ സ്പ്രേ ചെയ്താൽ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് ആഴ്ചയിൽ ഒരു തവണ വെള്ളീച്ചയുടെ ശല്യം മാറുന്നതുവരെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളീച്ചയുടെ ശല്യം കുറയുന്നതനുസരിച്ച് 2 ആഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നീട് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ വെള്ളീച്ചയെ നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും. ഈ ഒരു മെത്തേഡ് മടി കൂടാതെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിലെ പച്ചമുളകിലും തക്കാളിയിലും വഴുതനയിലും ഒക്കെ കാണാറുള്ള കുരുടിപ്പ്, വെള്ളീച്ച, ഇലമഞ്ഞളിപ്പ്, വാട്ടരോഗം തുടങ്ങി എല്ലാവിധ കീടങ്ങളെയും ജൈവ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്.
ആവണക്കണ്ണയുടെ പശപശപ്പിൽ വെള്ളീച്ചയെ ഒട്ടിപ്പിടിക്കുകയും വേപ്പെണ്ണയുടെ കടുപ്പം കാരണം അവയൊക്കെ നശിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.